നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ ടി ജലീലിനെ എങ്ങനെയെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒതുക്കണമെന്ന ലക്ഷ്യവുമായാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. 2004 മുതൽ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഡോക്ടർ കെ ടി ജലീൽ. അതുകൊണ്ട് കെ ടി ജലീലിനെ എങ്ങനെയെങ്കിലും ഒതുക്കി മലപ്പുറം രാഷ്ട്രീയത്തിൽ നിന്നും പുകച്ച് പുറത്ത് ചാടിക്കണമെന്നാണ് ലീഗിൻ്റെ ആഗ്രഹം. കെ ടി ജലീലിനെ മലപ്പുറം രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതാക്കണമെങ്കിൽ അദ്ദേഹം തവനൂരിൽ പരാജയപ്പെടണം. തവനൂരിൽ കെ ടി ജലീൽ പരാജയപ്പെടണമെങ്കിൽ അത് ലീഗ് സ്ഥാനാർത്ഥിയെ കൊണ്ടൊന്നും നടക്കില്ല. അതിന് പറ്റിയൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വരണം. ഇത് ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തോട് തന്നെ പറഞ്ഞതാണ്. കെ ടി ജലീലിനെ അവിടെ പരാജയപ്പെടുത്തണമെങ്കിൽ ലീഗ് സ്ഥാനാർത്ഥിയെ കൊണ്ട് കഴിയില്ല. അതിന് പറ്റിയൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണം എന്നാണ് ലീഗ് നേതാക്കൾ തന്നെ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞത്. തവനൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് അവിടെ 60% ഹൈന്ദവ വോട്ടുള്ള മണ്ഡലമാണ്. അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയാൽ കെ ടി ജലീലിൻ്റെ കട്ടയും പടവും മടക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. കോൺഗ്രസ് അതിന് ഏറെക്കുറെ തത്വത്തിൽ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ആരായിരിക്കും കെ ടി ജലീലിനെ അവിടെ നേരിടുക? സന്ദീപ് വാര്യരെ തവനൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ആഗ്രഹം. കോൺഗ്രസിൻ്റെ അത്ര ആഗ്രഹം എന്ന് പറഞ്ഞുകൂടെ, കോൺഗ്രസ് ഒരു സീറ്റിന് മിനിമം 10 പേരെങ്കിലും ആവശ്യം ഉന്നയിക്കും സ്ഥാനാർത്ഥിയാകണമെന്ന്. അതാണല്ലോ കോൺഗ്രസിൻ്റെ രീതി. അതുകൊണ്ട് തവനൂർ സീറ്റ് ആഗ്രഹിക്കുന്ന ഒത്തിരി കോൺഗ്രസ് നേതാക്കൾ മലപ്പുറത്തുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ ലീഗ് ആഗ്രഹിക്കുന്നത് സന്ദീപ് വാര്യരെ കെ ടി ജലീലിനെതിരെ നിർത്തിയാൽ കെ ടി ജലീൽ പാട്ടും പാടി തോക്കുമെന്നാണ്. 60% ഹൈന്ദവ വോട്ടുകളുള്ള തവനൂരിൽ കെ ടി ജലീൽ പലപ്പോഴും വിജയിക്കുന്നത് ഈ ഹൈന്ദവ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ്. ലീഗ് സ്ഥാനാർത്ഥിക്ക് പൊതുവെ ഹിന്ദുക്കൾ അവിടെ വോട്ട് ചെയ്യാത്തത് കൊണ്ട് കെ ടി ജലീലിന് വേണ്ടി, ഇടതു സ്ഥാനാർത്ഥിയായ കെ ടി ജലീലിന് വേണ്ടി അവർ വോട്ട് ചെയ്യും. അങ്ങനെയാണ് ജലീൽ പലപ്പോഴും ജയിച്ചു കയറുന്നത്. ഇത്തവണയും ജലീൽ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അല്ലെങ്കിൽ വേറെ സ്ഥാനാർത്ഥികൾ അവിടെ ഇടതു മുന്നണിക്കില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും കെ ടി ജലീൽ മത്സരിക്കുമ്പോൾ ഇത്തവണ കെ ടി ജലീലിനെ പരാജയപ്പെടുത്തിയേ അടങ്ങൂ എന്ന വാശി ലീഗിനുള്ളപ്പോൾ ആ ലീഗ് പറയുന്നത് അവിടെ സന്ദീപ് വാര്യർ നിർത്തണം. ഒന്നാമത് അദ്ദേഹം ഒരു സവർണ ഹിന്ദുവാണ്. സവർണ ഹിന്ദു വോട്ടുകൾ ധാരാളമായി തവനൂരിലുണ്ട്. അതെല്ലാം സന്ദീപ് വാര്യർക്ക് ലഭിച്ചേക്കാം. പിന്നെ ബി ജെ പിക്ക് അവിടെ വലിയ ശക്തിയുമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ സന്ദീപ് വാര്യരെ പോലുള്ള നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ടുകൾ ലഭിക്കും. അങ്ങനെ കെ ടി ജലീലിനെ മലർത്തിയടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് ലീഗ് നേതൃത്വം വിശ്വസിക്കുന്നത്. ഇത് ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിലും സംസാരിച്ചു കഴിഞ്ഞു. പക്ഷേ സന്ദീപ് വാര്യർക്ക് താല്പര്യം പാലക്കാട് ജില്ലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ മത്സരിക്കാനാണ്. പാലക്കാട് മണ്ഡലം കിട്ടുമോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മത്സരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതിരിക്കെ പാലക്കാട് മത്സരിക്കട്ടെ എന്നൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തവനൂരിലേക്ക് സന്ദീപ് വാര്യരെ കൊണ്ടുവരണമെന്നാണ് ലീഗിൻ്റെ ആഗ്രഹം. ലീഗ് അത്തരൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ സന്ദീപിനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനൊന്നും അത് തള്ളിക്കളയുക സാധ്യമല്ല. പ്രത്യേകിച്ച് മലപ്പുറത്തെയും പാലക്കാട്ടെയും പൊളിറ്റിക്സിൽ കോൺഗ്രസിനേക്കാൾ സ്വാധീനം ഇപ്പോഴും ലീഗിന് തന്നെയാണ്. ലീഗിൻ്റെ വോട്ട് കൊണ്ടാണ് അവിടെയൊക്കെ UDF സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. അതുകൊണ്ട് സന്ദീപ് വാര്യർ തവനൂരിൽ കെ ടി ജലീലിനെതിരെ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് ലീഗ് നേതൃത്വം എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗ് നേതൃത്വം അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അത് അംഗീകരിക്കാൻ മാത്രമേ ഈ അവസ്ഥയിൽ കാലാവസ്ഥയിൽ കഴിയുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കെ ടി ജലീലിനെ മലർത്തിയടിക്കാൻ CPM-കാരുടെ ഭാഷ പറഞ്ഞാൽ, സഖാക്കളുടെ ഭാഷ പറഞ്ഞാൽ, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പട നയിച്ച പടത്തലവൻ കെ ടി ജലീലിനെ അവിടെ വീഴ്ത്താൻ, തവനൂരിൽ വീഴ്ത്താൻ സന്ദീപ് വാര്യർ തന്നെ വേണമെന്നാണ് ലീഗ് നേതാക്കളുടെ ആഗ്രഹം. ലീഗ് നേതാക്കൾ അങ്ങനെ ആഗ്രഹിച്ചാൽ കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹത്തിന് എതിര് നിൽക്കില്ല എന്ന് തന്നെയാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് സന്ദീപ് വാര്യരും കെ ടി ജലീലും തമ്മിലുള്ള ഒരു മത്സരം ഏറെക്കുറെയൊക്കെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം.